ഹലോ അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. ഞാൻ മുമ്പ് ഒരു യൂട്യൂബിൽ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മാർക്ക് ലിസ്റ്റ് ഉണ്ടാക്കണ ഒരു ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് പരിചയപ്പെടുത്തി. അപ്പോൾ അതിൻ്റെ പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ അപ്ഡേഷനിൽ കുറച്ച് മാറ്റങ്ങളുണ്ട്. ആ ആപ്പിൻ്റെ പേരാണ് മാർക്ക് ലിസ്റ്റ് എന്ന് പറയുന്നതാണ് ആപ്പിൻ്റെ പേര്. ജസ്റ്റ് മാർക്ക് ലിസ്റ്റ് എന്നുള്ളതൊന്ന് ഓപ്പൺ ചെയ്യുക. ഇപ്പം അതിൻ്റെ രൂപവും കോലങ്ങളൊക്കെ എങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ ചെയ്താൽ ഏറ്റവും മുകളിൽ അതിൻ്റെ സെറ്റിങ്സ് എന്നുള്ള ചിഹ്നം ഇവിടെ മുകളിൽ കാണാം. ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഇതുണ്ടല്ലോ, ഇത് പിക്ചർ, ഇത് നമുക്ക് ഇവിടെ തന്നെ ഒന്ന് ടച്ച് ചെയ്താൽ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ കഴിയും. ഇത് ഇവിടെ ടച്ച് ചെയ്താൽ വരില്ല. ഈ അക്കാദമി പ്രൊഫൈൽ എന്നതിൽ പോവുക. ഇവിടെ ഇതിൽ പോയിട്ട് ഈ പിക്ചറിൽ പോയാൽ നമുക്ക് ആ ഫോട്ടോ മാറ്റി കൊടുക്കാൻ കഴിയും. മദ്രസൻ്റെ ഫോട്ടോ, അതുപോലെ മദ്രസൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുക. അതുപോലെ ഇവിടെ സൈൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതും ഇതേപോലെ നമുക്കൊരു പേപ്പറിൽ ഒന്ന് സൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഫോട്ടോ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഫോട്ടോസിൽ പോയിട്ട് ആ സൈൻ എന്ത് ചെയ്താൽ മതി, അവിടെ നിന്ന് അപ്ലോഡ് ചെയ്താൽ നമ്മളെ സൈൻ അവിടെ വരും. ഇങ്ങനെയാണ് ഇതിൻ്റെ തുടക്കത്തിൽ ചെയ്തു വെക്കേണ്ടത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഫോണ്ട് സൈസ്, കളറുകൾ മാറ്റാൻ പറ്റുക. അതിൻ്റെ ഫോണ്ടുകൾ വലിപ്പം കൂട്ടണമെങ്കിൽ വലിപ്പം കൂട്ടുക, അല്ലെങ്കിൽ കളർ മാറ്റണമെങ്കിൽ കളർ മാറ്റി കൊടുക്കുക. എന്നിട്ട് സേവ് അടിച്ചാൽ ആ കളറും ആ ഫോണ്ട് ഏതാ വെച്ചെങ്കിൽ അതും അവിടെ സേവായി വരും. സേവ് അടിച്ചാലേ വരുള്ളൂ. അതുപോലെ തന്നെ മൂന്നാമത് കാണുന്ന എക്സാം ടൈറ്റിൽ സെറ്റിങ്സ് എന്നാണ്. ഇതിൽ പോയിട്ട് നമുക്ക് ഇതിൻ്റെ മാർക്ക് ഷീറ്റ് ടൈറ്റിൽ എന്നുള്ളതിൽ പോയിട്ട് നമുക്ക് എന്താ വേണ്ടിച്ചെങ്കിൽ 2025 2026 നടന്ന പാദവാർഷിക പരീക്ഷ എന്നോ അർദ്ധവാർഷിക പരീക്ഷ എന്നോ എങ്ങനെയാ വേണ്ടിച്ചേ കൊടുക്കാം. പിന്നെ അതിൻ്റെ ടൈമും കാര്യങ്ങളും ആണ്. ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം, വേണമെങ്കിൽ കൊടുക്കാതിരിക്കാം. ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്ഡേറ്റ് എന്നുള്ളതിൽ പോയിട്ട് അടിക്കണം. അപ്പോഴേ അതിൽ കയറുള്ളൂ. പിന്നെ മറ്റൊന്ന് ഗ്രേഡ് സെറ്റിങ്സ്. ഗ്രേഡ് സെറ്റിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A+ എത്ര മാർക്കിലാണ് വേണ്ടി വെച്ചെങ്കിൽ അതിവിടെ നമുക്ക് മാറ്റം വരുത്തണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് മാറ്റം വരുത്താം. അതേപോലെ തന്നെ ഇത് A 80%, B 70% മാർക്ക് എന്നൊക്കെ കാണാം. ഇതാണ് ഏറ്റവും മുകളിൽ. അത് നേരെ ബാക്കടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ മുകളിൽ പോവുക. മുകളിൽ പോയിട്ട് എന്ത് ചെയ്യാം, ഇതേപോലെ നമുക്ക് അക്കാഡമി പ്രൊഫൈൽ എന്നതിൽ പോയി മുകളിൽ നേരെ ബാക്കടിച്ച് കഴിഞ്ഞാൽ ഏറ്റവും അടിയിൽ പ്ലസ് ബട്ടൺ കാണാം. ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാം. ഈ പ്ലസ് ബട്ടണിൽ പോവുക. ക്ലാസിൻ്റെ നെയിം ആദ്യം അടിച്ചു കൊടുക്കുക. ഏതാ ക്ലാസ് വെച്ചാൽ STD 1 അല്ലെങ്കിൽ 2 ഏതാ ക്ലാസ് വെച്ചാൽ അവിടെ അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ആ ക്ലാസ് നമ്മൾ ഓപ്പൺ ചെയ്യുക. അടിച്ചു കൊടുത്ത ക്ലാസ് നമ്മൾ ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്തിട്ട് ഇതേപോലെ പ്ലസ് ബട്ടണിൻ്റെ അടിയിൽ പോയാൽ ഈ പ്ലസ് ബട്ടൺ നിൽക്കുക. കുട്ടിൻ്റെ ഫോട്ടോ ആണ് ഇവിടെ കൊടുക്കുക. കുട്ടിൻ്റെ പേര് കൊടുക്കുക. ഓൻ്റെ ഫാദറിൻ്റെ നെയിം കൊടുക്കുക. റോൾ നമ്പർ പറഞ്ഞാൽ ക്രമപ്രകാരമുള്ള നമ്പറും കൊടുക്കുക. അപ്പോൾ ആ കുട്ടിൻ്റെ ഡീറ്റെയിൽസ് അതിൽ കയറി വന്നേ. പിന്നെ നമ്മൾ ഇതിൽ ചെയ്യാനുള്ളത്, പിന്നെ ഇവിടെ ഏറ്റവും മുകളിൽ പോയാൽ മദ്രസൻ്റെ ഇത് കാണുമല്ലോ, പേര് കൊടുത്തിക്കണേ. അപ്പോൾ അതല്ലെങ്കിൽ മദ്രസൻ്റെ, അല്ലെങ്കിൽ ഇപ്പോൾ ക്ലാസ് എടുക്കുകയാണെങ്കിൽ സ്റ്റുഡൻറ്റ്, ഈ ഇപ്പോൾ 1ാം ക്ലാസ് എന്നുള്ളത് ഞാൻ എടുത്തിട്ട് ഇപ്പോൾ 2 കുട്ടികളെ പേര് അതിൽ കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തത് ഏറ്റവും മുകളിൽ ആ സെറ്റിങ്സ് എന്നുള്ള ചിഹ്നത്തിൽ പോയിട്ട് ഇവിടെ പോയിട്ട് സെറ്റിങ്സ് എന്നുള്ള ചിഹ്നത്തിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇവിടെ സിംഗിൾ ടീം PDF എന്ന് പറയുന്ന ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും. ഇവിടെ ഇതിലൊന്ന് പോയാൽ നമുക്കത് PDF ആയിട്ട് എന്ത് ചെയ്യും, ഈ കുട്ടികളുടെ ഫുൾ ഡീറ്റെയിൽസ് മാർക്ക് ലിസ്റ്റുകൾ ഇവിടെ PDF ആയിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും. എത്ര കുട്ടികളെയാണോ നമ്മൾ കൊടുത്തിക്കണിച്ചെങ്കിൽ കിട്ടും. അത് ഓരോരുത്തർക്ക് വേണമെങ്കിൽ അങ്ങനെയും കിട്ടും, ഫുള്ളായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കിട്ടും. അത് നമ്മൾ അന്നത്തത് അതിൻ്റെ മാർക്ക് ലിസ്റ്റ് കുറച്ചും കൂടി നല്ല ഭംഗി ഉണ്ടായിരുന്നു. ഇത് അത്ര തന്നെ അങ്ങോട്ട് ഒരു ക്ലിയർ അല്ല. ഏതാച്ചാലും നമ്മളെ വീഡിയോ കാണുകയാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കാരണം അത് ഇപ്പം നമ്മൾ ജസ്റ്റ് നിങ്ങൾ ചാനൽ കാണുകയാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ ഇങ്ങനെയാണ് ആ ചാനൽ വരിക. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണിക്കും. അതിൽ നിങ്ങൾ സബ്സ്ക്രൈബ്ഡ് അവിടെ നിന്ന് നോക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, അത് സബ്സ്ക്രൈബ് എന്നാവും. ഇനി അതുപോലെ തന്നെ ഇതിൽ പോയിട്ട് നമ്മൾ ഈ വീഡിയോസ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായ ഒരുപാട് വേതന വീതം അടക്കം ബാക്കിയുള്ളത് എങ്ങനെയാ അറിയാമെന്നല്ലേ. ഇങ്ങനെ ഒരുപാട് വീഡിയോസുകൾ, ഇതൊക്കെ ഉസ്താദ്മാർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസുകളാണ് ഇത്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടപ്പുറത്തിൽ ബെൽ ബട്ടൺ കാണാം. അതൊന്നും എന്ത് ചെയ്യുക, നെക്കി കൊടുക്കുക. അങ്ങനെ നെക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങളെ മൊബൈലിലേക്ക് വരും. അപ്പം നിങ്ങൾക്ക് അത് എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്താൽ നമ്മൾ പറയേണ്ട അങ്ങനെ വീഡിയോ ഇട്ടുകൊള്ളുന്നില്ല. ഇട്ട സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കാണാൻ കഴിയും. അപ്പോൾ അത് മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് ഒരു ഉപകാരം ഉള്ളത് ഇൻഷാ അല്ലാ. അപ്പോൾ ഇവിടെ പേര് സെലക്ട് ചെയ്തിട്ട് വീഡിയോസ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്താൽ മതി. ഇത്രേ ഉള്ളൂ അത്. അപ്പോൾ ആ പ്രോഗ്രസീവ് റിപ്പോർട്ട് അത്രേ ഉള്ളൂ അതിൽ കാര്യങ്ങൾ കേട്ടോ.
അപ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കുക. എന്നാൽ നമുക്ക് A+ ആണോ B+ ആണോ അല്ലെങ്കിൽ എത്ര ശതമാനം വിജയമുണ്ട് എന്ന കാര്യത്തിലൊക്കെ ഒരു കൃത്യത കിട്ടും. വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യും അതിൽ വരും. അതിൻ്റെ മാർക്ക് ഷീറ്റ് ഈ ചിഹ്നം ഒന്ന് ശ്രദ്ധിച്ച് വെച്ചാൽ മതി. അത് പ്ലേ സ്റ്റോറിൽ പോയിട്ട് മാർക്ക് ലിസ്റ്റ് അടിച്ചാൽ മതി, എന്നാൽ അത് വരും. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.